മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങൾ എന്താണ് പറയുന്നത്? മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ച് നടക്കാം എന്ന് ചിന്തിക്കരുത്. മറക്കേണ്ട സംഗതികളൊക്കെ മറച്ചു തന്നെ നടക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യം അത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. കഴിവുള്ള ഒരു നടിയാണെങ്കിൽ അത് ഏത് മാന്യമായിട്ടൊരു വസ്ത്രം ധരിച്ചു വന്നാലും അവിടെ ആളുകൾ കൂടും. ഇപ്പൊ നാട്ടുകാരുടെ ഒന്ന് കണ്ണ് കെട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? ശരിക്കും രാഹുൽ ഈശ്വർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ മീഡിയക്കാർ ഫുള്ള് വളഞ്ഞിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ, ഏതൊരു വ്യക്തി ആയാലും പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിറങ്ങണമെന്ന്. പ്രത്യേകിച്ച് സ്ത്രീകൾ സാരി ഉടുക്കുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ ഉടുത്തിട്ട് ഇറങ്ങണമെന്ന്. അതിപ്പോ ഒരു തെറ്റാണോ? ഒരു തെറ്റും എനിക്ക് കാണുന്നില്ല. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. രാഹുൽ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനോ? എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നി? പണ്ട് കാലത്തൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു സമരം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അത് ഓപ്പണായി നടക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണോ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? മീഡിയക്കാർ ഇത് പറഞ്ഞതിനാണ് മീഡിയക്കാർ വളഞ്ഞിട്ട് രാഹുലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു? ഈ ഒരു കാര്യത്തിൽ ഞാൻ 100-ൽ 101 വട്ടവും ഞാൻ യോജിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു കംഫർട്ട് ഉണ്ട്, വസ്ത്രധാരണമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞത് 100-ൽ 101 വട്ടവും ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. നമ്മൾ സ്ത്രീകൾക്ക് മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു കംഫർട്ട് ഉണ്ട്. അല്ലാതെ അവിടെ ഇച്ചിരി കാണിച്ച് ഇവിടെ ഇച്ചിരി കാണിച്ചിട്ട് അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുമ്പം അത് അതിന് കൊള്ളാം, ഇത് ഇതിന് കൊള്ളാം. അപ്പൊ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഏതാ? നമ്മളുടെ ശരീരഭാഗങ്ങളെല്ലാം മറഞ്ഞത്, നമ്മൾ മറയ്ക്കേണ്ട ഭാഗങ്ങൾ ഒക്കെ മറച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റില് നമ്മളെ മറ്റൊരാൾക്ക് വിലയിരുത്തുന്നത് എങ്ങനെയാ? നമ്മളുടെ ഡ്രസ്സിങ്ങിലാണ്. മറ്റൊരാൾ കാണുമ്പോൾ നമ്മളെ ഫസ്റ്റ് വിലയിരുത്തുന്നത് നമ്മളുടെ ഡ്രസ്സിങ്ങിലാണ്. മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തു പോകുന്ന ഒരാൾക്ക്, ഒരു പെണ്ണിന്, അത് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, കഴിവും സൗന്ദര്യവും ഒക്കെയുള്ള മഞ്ജു വാര്യർ, അവര് പുറത്തേക്ക് പോകുന്നതോ ഒരു ഇനാഗ്രേഷന് പോകുന്നതോ ഒക്കെ ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് മാന്യമായിട്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അവരുടെ ഒരു സിനിമയിൽ പോലും അവര് മോശമായിട്ട് ഡ്രസ്സ് ഇട്ട് നമ്മൾ കണ്ടിട്ടുകൂടിയില്ല. അങ്ങനെ വേണം. സെലിബ്രിറ്റീസ് ആണെന്ന് കരുതിയിട്ട് എന്ത് കോപ്രായം ചെയ്യാം എന്ന് കരുതരുത്. പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരുമ്പോഴുള്ള വസ്ത്രധാരണം അത് പറഞ്ഞേ മതിയാവും. ഇത് നമ്മുടെ കേരളമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ 100 വട്ടവും യോജിച്ചു പോവുകയാണ്. ഒരു സാധാരണ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന വസ്ത്രം അത് ഏതുമാകട്ടെ, അതൊന്നും അധികം ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുപോലെയല്ല ഈ സെലിബ്രിറ്റികളൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരിടുന്ന ഡ്രസ്സുകളായാലും എല്ലാവരും പലരും ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ അവിടെ കൂടി നിൽക്കുന്നവർ മാത്രമല്ല ഇവരെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, കൂടി നിൽക്കുന്നവര് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടും. അപ്പോ അത് ആരൊക്കെ കാണുന്നത്? കുട്ടികൾ കാണും, പുരുഷന്മാര്, സ്ത്രീകള്, അങ്ങനെ എല്ലാവരും അത് കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പം മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ സ്വഭാവം, വസ്ത്രധാരണം എന്നിവയൊക്കെ നോക്കിയിട്ടാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ചിലർ പറയുമായിരിക്കും, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ, മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയാന്, അവർക്ക് ഇഷ്ടമുള്ളത് അവരിടും. പക്ഷെ നിങ്ങളുടെ വീട്ടില് അമ്മയോ പെങ്ങളോ ഭാര്യയോ ആരായാലും നിങ്ങളൊരു മോശം വസ്ത്രം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. ഒരിക്കലും ചിലരൊക്കെ സമ്മതിക്കുമായിരിക്കാം. പക്ഷെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരൊന്നും അങ്ങനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമ്മളെ പോലെയുള്ള വീട്ടിലുള്ള കുടുംബിനികൾക്കും പബ്ലിക്കിനും ഒക്കെ പറയാനുള്ളത് അവരുടെ ഓരോ വീഡിയോസിന്റെയും കമന്റിലുണ്ട്. ജനങ്ങൾക്ക് പറയാനുള്ളത് ഫുള്ള് അത് തന്നെയാണ് രാഹുൽ ഈശ്വറും പറഞ്ഞത്, പബ്ലിക് പറയുന്നത് കേൾക്കൂ എന്ന്. പുരോഗമന ചിന്താഗതിയുള്ള ചിലർ പറയും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് ഞങ്ങൾ നടക്കും, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തടത്തോട്ട് നോക്കാൻ പോകുന്നത് എന്നാണ്. പ്രത്യേകിച്ച് ആണുങ്ങളോട്, ഞങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നടക്കും, പല ഭാഗങ്ങളും കാണിച്ചു നടക്കും, നിങ്ങൾ എന്തിനാണോ ഞങ്ങളുടെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷേ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും വികാരമുള്ളതാണ്. ഇങ്ങനെയൊക്കെ രീതി നടന്നിട്ട് നോക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. പൊതുജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടാൻ പറ്റുമോ? ഈ ബോച്ച എന്ന് പറയുന്നത് പല പ്രാവശ്യം ഡബിൾ മീനിങ് ഉള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഈ ഒരു സംഭവം അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഡബിൾ മീനിങ് ആയാലും മറ്റെന്ത് തന്നെ ആയാലും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അതല്ലേ നല്ലത്. എത്രയോ സെലിബ്രിറ്റികൾ ഇനാഗ്രേഷനും മറ്റുള്ള എന്തെല്ലാം പരിപാടികളിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊന്നും അവരാരും ഫേസ് ചെയ്തിട്ടുണ്ടാകില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ച് നടക്കാം എന്ന് ചിന്തിക്കരുത്. മറക്കേണ്ട സംഗതികളൊക്കെ മറച്ചു തന്നെ നടക്കണം. രാഹുൽ ഈശ്വറിനെ മീഡിയക്കാർ വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അതിന് ഇത്രമാത്രം വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പബ്ലിക്കിന് പറയാനുള്ളത് രാഹുൽ ഈശ്വർ പബ്ലിക്കായിട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന വസ്ത്രം അത് ഏതുമാകട്ടെ അതൊന്നും അധികം ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുപോലെയല്ല ഈ സെലിബ്രിറ്റികളൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരിടുന്ന ഡ്രസ്സുകളായാലും എല്ലാവരും പലരും ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ അവിടെ കൂടി നിൽക്കുന്നവർ മാത്രമല്ല ഇവരെ ശ്രദ്ധിക്കുന്നത്, പെട്ടെന്ന് തന്നെ അവർ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, കൂടി നിൽക്കുന്നവര് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടും. അപ്പോ അത് ആരൊക്കെ കാണുന്നത്? കുട്ടികൾ കാണും, പുരുഷന്മാര്, സ്ത്രീകള്, അങ്ങനെ എല്ലാവരും അത് കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു? ഈ ഒരു കാര്യത്തിൽ ഞാൻ 100-ൽ 101 വട്ടവും ഞാൻ യോജിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു കംഫർട്ടുണ്ട്, വസ്ത്രധാരണമുണ്ട്. അപ്പൊ നമ്മൾ അതിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞത് 100-ൽ 101 വട്ടവും ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. നമ്മൾ സ്ത്രീകൾക്ക് മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു കംഫർട്ട് ഉണ്ട്. അല്ലാതെ അവിടെ ഇച്ചിരി കാണിച്ച് ഇവിടെ ഇച്ചിരി കാണിച്ചിട്ട് അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുമ്പം അത് അതിന് കൊള്ളാം, ഇത് ഇതിന് കൊള്ളാം. അപ്പൊ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഏതാ?